ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരെയും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. ഇന്ന് കേശുക്കുട്ടനാണെങ്കിൽ പാർക്കിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളിന്ന് പാർക്കിലോട്ട് പോകാൻ തീരുമാനിച്ചു. അപ്പം ഞാനും ഐശ്വര്യയും അമ്മുമ്മയും എല്ലാവരും കൂടിയാണ് പോകുന്നത്. അപ്പോൾ പോകാൻ വന്നപ്പോഴത്തേക്കിനും അവിടെ ദാണ്ട ഗൈസ് ഒരു ചേട്ടനാണെങ്കിൽ ടോയ്സൊക്കെ വിൽക്കുന്നു. കേശുക്കുട്ടൻ ഭാഗ്യത്തിന് കണ്ടില്ല ഗൈസ്. കേശുക്കുട്ടനകത്തേക്ക് കയറി പോവുകയായിരുന്നു. ഐശ്വര്യയും കേശുക്കുട്ടനും കൂടി ടിക്കറ്റൊക്കെ ഓക്കെ ആക്കി വെച്ചിരിക്കുമായിരുന്നു. പിന്നീട് ഞങ്ങൾ സെക്യൂരിറ്റിയുടെ ഗേറ്റ് ടിക്കറ്റൊക്കെ കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ നേരെ അകത്തേക്ക് കയറി. അമ്മ അങ്ങ് നടന്നു പോയി ഗൈസ് എന്നെ ഇട്ടിട്ട്. ഞാൻ വീഡിയോ ഒക്കെ പിടിച്ച് പുറകെ പോവുകയാണ് ഗൈസ്. പിന്നീട് കേശുക്കുട്ടനാണെങ്കിൽ ഏതിൽ കയറണം, എങ്ങോട്ട് പോകണം, അതിനകത്ത് കയറിയപ്പോഴത്തേക്കിന് എങ്ങോട്ട് പോകണമെന്നറിയാൻ വയ്യാത്ത ഒരു ടെൻഷനായിരുന്നു. അപ്പോഴത്തേക്കിനും അവന് കാണുന്നതിനകത്തെല്ലാം കയറി. ദാണ്ടെ ഇതിൽ നിന്ന് കയറി വീണ്ടും അതിൽ തന്നെ കയറിയിട്ട് കയറണോ ഇറങ്ങണം എന്ന് ആലോചിക്കുക. വീണ്ടും അവൻ്റെ പിറകിന് കുറേ കുട്ടികൾ ദാണ്ടെ അവൻ്റെ പിറകെ കയറുന്നുണ്ട്. എന്നിട്ട് തനിയെ തെന്നി വരുന്ന ഒരിതാണ്. പക്ഷേ ഇവൻ പിടിച്ച് കമഴ്ന്ന് കിടന്നൊക്കെയാണ് കേശുക്കുട്ടൻ ഇറങ്ങി വരുന്നത്. കണ്ടില്ലേ, കമഴ്ന്ന് കിടന്നാണ് ഇറങ്ങി വരുന്നത്. പതിയെ ചവിട്ടിയാണ് ഇറങ്ങി വരുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞിക്കിളി പാവം കുഞ്ഞിക്കിളി ഉറങ്ങിപ്പോയി. അമ്മുമ്മയും കുഞ്ഞിക്കിളിയും ഐശ്വര്യയും കൂടെ ഒരു മരത്തിൻ്റെ താഴ്വശത്തിരിക്കുമായിരുന്നു. കാറ്റൊക്കെ കൊണ്ട് അവരുറങ്ങിപ്പോയി. കുഞ്ഞിക്കിളി അങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ ദാണ്ടെ കേശുക്കുട്ടൻ ഒരു വലയ്ക്കകത്ത് ചാടുന്ന ഒരു ഇത് കണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞു, മോനും കയറി ധൈര്യമായിട്ട് ചാടിക്കോളാൻ പറഞ്ഞു. കുറേ കുട്ടികൾ അതിനകത്തുണ്ടായിരുന്നു. എല്ലാവരും കൂടെ കിടന്ന് ചാടി ഭയങ്കരമായിട്ട് അവർ ക്ഷീണിച്ചു. അപ്പോൾ ദാണ്ടെ ഗൈസ് ഞങ്ങളെ ഒരു സെക്യൂരിറ്റി വന്ന് വഴക്ക് പറഞ്ഞ് ആരുടെ അടുത്ത് ചോദിച്ചിട്ട് ഇതിനകത്ത് കയറിയെന്ന് ചോദിച്ചു. അപ്പം ഞങ്ങളൊന്നും മിണ്ടാതെ പാവങ്ങളെ കണക്ക് നിന്ന്. അപ്പോൾ പറഞ്ഞു, ഇത് ടിക്കറ്റ് എടുത്ത് കയറേണ്ടുന്നതാണ്, നിങ്ങൾ ആരുടെ അടുത്ത് ചോദിച്ചുകൊണ്ട് കയറി ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഇറങ്ങി. അപ്പോഴത്തേക്ക് നേരെ ഇരുട്ടി റെഡ് സിഗ്നൽ കാണിച്ചു. അപ്പോഴത്തേക്കിന് എല്ലാവരും ഇറങ്ങാൻ സെക്യൂരിറ്റി പറഞ്ഞു. പുറത്ത് എല്ലാവരും ഇറങ്ങിയിട്ട് അവർക്ക് ഗേറ്റ് അടയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങി. പിന്നീട് ഞങ്ങൾ വരുന്ന വഴിക്ക് ആശ്രാമത്തെ അമ്പലത്തിലെ ഘോഷയാത്ര, തിരുവാഭരണ ഘോഷയാത്ര വരികയായിരുന്നു. അപ്പം ഞങ്ങൾ ഫ്ലോട്ടൊക്കെ കണ്ടു, ചെണ്ടമേളമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ അവിടുന്ന് ഒരു കേശുക്കുട്ടനൊരു ഷാർജയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അവനെ ഒന്ന് സന്തോഷിപ്പിച്ച് പിന്നീട് അവനും വലിയ സന്തോഷമായി. പിന്നെ ഞങ്ങൾ പോയി. അതിന് ശേഷം പോയി.